ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു വ്യത്യസ്തമായ പറാട്ടയുടെ റെസിപ്പിയാണ്. പ്രോട്ടീൻ സമ്പന്നമായ, അതോടൊപ്പം ഉണ്ടാക്കാൻ എളുപ്പമുള്ളതും കാഴ്ചയിൽ ഭംഗിയുള്ളതുമായിട്ടുള്ള ഒരു പറാട്ടയുടെ റെസിപ്പിയാണ്. നമ്മൾ മിക്കവാറും പൊറോട്ട ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അത് എന്നും ഒരേ നിറത്തിലുള്ള പൊറോട്ടയാണെങ്കിലോ, അപ്പോൾ നമുക്കൊരു അല്പം വ്യത്യസ്തമായിട്ട് ഒരല്പം ചേരുവകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള പൊറോട്ടകൾ ഉണ്ടാക്കി കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിട്ടാൽ അവർ കഴിക്കുകയും ചെയ്യും. ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ചെറുപയറാണ്. ഒന്ന് തലേ ദിവസം കുതിർക്കണം. ഇത് കുതിർക്കാനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. രാവിലെ നമുക്കിതെടുത്ത് അരച്ചെടുക്കാം. നല്ലതുപോലെ ഇത് കുതിർന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമില്ല. മല്ലിയില ചേർക്കുമ്പോൾ പൊറോട്ടയ്ക്ക് കുറച്ച് നല്ല സ്മെല്ല് കിട്ടാനാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ചുകൂടി കളർ കിട്ടുകയും ചെയ്യും. ഇതിൽ 1 ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. മാവ് കുഴയ്ക്കാനുള്ള പാത്രത്തിലേക്ക് ഇതൊഴിക്കാം. ഇതിൽ 2 കപ്പ് ഗോതമ്പ് പൊടി ഇടാം. അല്പം ഉപ്പ് ചേർക്കാം. നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ പൊറോട്ട ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇതിൻ്റെ കൂടെ കറിയായിട്ട് കോളിഫ്ലവർ പൊട്ടറ്റോ കറിയാണ്. ഇതിനായിട്ട് 2 പൊട്ടറ്റോയും കുറച്ച് കോളിഫ്ലവറും 1 ക്യാരറ്റും 1 സവാളയും 1 ടൊമാറ്റോയുമാണ് എടുത്തത്. പൊട്ടറ്റോയൊക്കെ തൊലി കളയാൻ ഇങ്ങനത്തെ ഒരു സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇപ്പോൾ പൊട്ടറ്റോയുടെയും ക്യാരറ്റിൻ്റെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം ഇത് ഞാൻ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇതിൽ കുറച്ച് കടുകും ഒരല്പം ജീരകവും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ വീതം. ഇതിലേക്ക് അരിഞ്ഞെടുത്ത സവാള ചേർക്കാം. സവാള സ്ലൈസായിട്ടാണ് അരിഞ്ഞെടുത്തത്. 2 മിനിറ്റ് ഒന്ന് വഴറ്റി അതിൻ്റെ നിറം മാറുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ച പൊട്ടറ്റോയും കോളിഫ്ലവറും ക്യാരറ്റും ഒക്കെ ചേർക്കാം. ഇതും 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി കോളിഫ്ലവർ കൂടി ചേർക്കാം. ഇത് നല്ലതുപോലെ 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇത്രയാണ് ചേർത്തത്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കാം. വലിയൊരു ടൊമാറ്റോ കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. 1 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി അടച്ചു വച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കാം. പച്ചക്കറികൾ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതൊരു തിക്കായിട്ടുള്ള കറിയാണ്. കുറച്ച് പൊട്ടറ്റോയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. ഇതിലിനി അല്പം മല്ലിയില കൂടി ചേർത്താൽ മതി. തേങ്ങ അരയ്ക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. ഇടയ്ക്കിടയ്ക്ക് ആരും ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട്. ഇതിപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി പൊറോട്ട ഉണ്ടാക്കാം. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. 15 മിനിറ്റോളമായി. ആട്ടമാവ് ചെറിയ ചെറിയ ഉരുളകളാക്കാം. 8 പൊറോട്ടയ്ക്കുള്ള മാവുണ്ടിത്. ആരി വന്നതിന് ശേഷം മിക്കവാറും ഞാൻ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. ദോശ ഇഡ്ഡലിയൊന്നും അവന് ഇഷ്ടമില്ല. പുട്ടൊന്നും കഴിക്കാറേയില്ല. വെറൈറ്റി ആയിട്ടുള്ള പൊറോട്ട ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പല നിറത്തിൽ, ക്യാരറ്റ് കൊണ്ടും ബീറ്റ്റൂട്ട് കൊണ്ടും ഇപ്പോൾ ഇത് പയർ കൊണ്ടും ഒക്കെ. അപ്പോൾ അത് കാണാനും അത് കഴിക്കാനും കുറച്ച് ഇഷ്ടമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പരത്തിയതിന് ശേഷം കുറച്ച് നെയ്യ് മുഴുവനും പുരട്ടി അതിൽ ഒരല്പം മാവ് കൂടി തൂവിയിട്ടുണ്ട്. കുറച്ച് ഗോതമ്പ് മാവ് ഇങ്ങനെ പുറത്തുകൂടെ ഇട്ടാൽ ലെയറായിട്ട് ഇളകി വരും. പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ 3-4 എണ്ണം ഒന്നിച്ച് പരത്തി വച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ചേർത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ലെയറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ 2 എണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് 2 എണ്ണം പരത്തി വെച്ചു. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം.
ചെറിയ മീഡിയം ഫ്ലെയിമിലാണ് ചുട്ടെടുക്കുന്നത്. കൂടുതൽ തീ വേണ്ട. പയറ് കുതിർന്നതായതുകൊണ്ട് അധികം വേകാനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാകും. ഒരല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യും എണ്ണയും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. നെയ്യ് ഇതൊന്നും ചേർത്തില്ലെങ്കിലും നല്ല പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ടേസ്റ്റിൽ അല്പം വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. നന്നായിട്ട് പൊന്തി വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ അടുത്തതും ചുട്ടെടുക്കാം. ഞാനിത് ആര്യയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അവന് ഇത് കളർ കണ്ടപ്പോൾ ഗ്രീൻ പൊറോട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ആഹാരം കഴിക്കാൻ തീരെ മടിയാണ്. എങ്കിലും ഇതിങ്ങനെ കീറിയൊക്കെ എടുത്ത് കഴിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് കഴിക്കുമായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.